ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. ഈ വ്ളോഗിനകത്തോട്ട് ഞാൻ പുതിയ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇന്ന് ദേ കണ്ടോളൂ. ഹായ് ഗൈസ്, എവിടെ പോവാന്ന് പറ? ഇന്ന് ഞങ്ങള് ജിമ്മിൽ പോവാ. ജിമ്മിൽ പോവാന്ന്. ഞാൻ ഒരു കൊല്ലമായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണ് ഗൈസ്. എന്നിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഭാര്യ ജിമ്മിൽ എന്റെ കൂടെ വരാൻ പോയെന്ന പോലെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാ ഇന്ന് ഞാൻ ജിമ്മിൽ പോകാൻ പോണേ. ആള് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് എന്താ അവിടെ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മുതൽ ആ ജിമ്മിൽ പോണത്. ആക്ച്വലി ഞാൻ വേറെ ജിമ്മിൽ പോകുന്ന ആളായിരുന്നു, ലേഡീസ് ഉള്ളി. പക്ഷെ നമ്മൾ അതൊക്കെ നിർത്തി ഇതേ പുതിയ മിക്സഡ് ജിമ്മിലോട്ട് പോവാണ്. ഒരു വർഷമായിട്ട് ജിമ്മിൽ പോയിട്ട് മാറ്റമൊന്നും കാണാത്തതുകൊണ്ട് അവിടെ പോയി ജിമ്മിൽ പോവാണോ വേറെ എന്തെങ്കിലും പണിയാണോ എന്നറിയാൻ ഈ ഒരു ഒബ്സർവേഷന് വേണ്ടി പോണാണ് ഇന്ന്. ആളുടെ മുഖത്ത് അതിന്റെ ചമ്മലൊക്കെ കാണണ്ടെന്ന് തോന്നണം. ചെറിയൊരു ടെൻഷൻ ആൾക്കുണ്ട്. അങ്ങോട്ട് വരാനുള്ള ഉദ്ദേശം അത് തന്നെയാണ്. ലേഡീസ് മാത്രമുള്ളടത്ത് പോയിട്ട് ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അതല്ല, എന്തുകൊണ്ടാണ് ഭർത്താവിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്തതെന്ന് അറിയാൻ ഉള്ള വ്യഗ്രത മൂലമാണ് ഞാൻ ഇന്ന് പോണത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങൾ ജിമ്മ് കഴിഞ്ഞ് ഹെൽത്തി ബൗളൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഹെൽത്തി ബൗളല്ല കഴിച്ച, ബൗളിന്റെ ഉള്ളില് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു. ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായി. ഹെൽത്തി ബൗള് കഴിച്ചെന്ന് പറഞ്ഞാൽ ബൗളല്ല, ഇതിനകത്ത് ഫുഡ് കഴിക്കണെന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞാനെല്ലാം പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നു മുതല് പുതിയൊരു മനുഷ്യനായിട്ട് പുതിയൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. കുറയാത്ത വെയിറ്റ് ഒക്കെ ഇനി കുറയുമായിരിക്കും. മസിലൊക്കെ ബിൽഡ് ചെയ്ത് വരുമായിരിക്കും ഇനി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്നാമത്തെ കാണിക്കാൻ നിങ്ങളെ. നോക്ക് എന്ത് ഭംഗിയാ നോക്ക്, സ്ഥലങ്ങൾ കാണാൻ. അയ്യോ, നല്ല വൈറ്റ് പൂക്കൾ നിക്കണ കണ്ടോ റോഡിന്റെ സൈഡില്. ഇപ്പൊ ഞങ്ങൾക്ക് ജർമ്മനിയില് സമ്മർ വരുവാണ്. ഇപ്പം ഇങ്ങനെ സ്പ്രിങ് ആണ്, പൂക്കൾ ഉണ്ടാവുന്ന സമയം. ഇപ്പൊ ആ ദൂരത്ത് കാണുന്ന മഞ്ഞ കളറുള്ള പൂക്കൾ കണ്ടോ, അത് മറ്റേ റാപ്സ് ഓയിൽ ഉണ്ടാവണേ. റാപ്സ് ഓയിലിന് ഇംഗ്ലീഷിൽ എന്താ പറയണേ എനിക്കറിയത്തില്ല. ഞാൻ അറിയാമെങ്കിൽ ഇതിന്റെ അടിയിൽ എഴുതി കാണിച്ചേക്കാം. അപ്പൊ റാപ്സ് ഓയിൽ ഉണ്ടാക്കണ ഫ്ലവർ ആണത്. ഇതിവിടെ വഴി സൈഡിലുള്ള പൂക്കളൊക്കെ നിക്കണേ. നല്ല രസമില്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? എത്ര ദൂരത്ത് നല്ല ബ്ലൂ മേഘവും നല്ല വൈറ്റ് പൂക്കളും. ഇതിന്റെ പിങ്ക് പൂക്കളുണ്ട്. അപ്പോൾ പിങ്ക് കഴിഞ്ഞു പോയി. ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് പിങ്ക് ഇല്ല. ഇപ്പം ഞങ്ങൾ എങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ, ഞങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് 10 വർഷമായെങ്കിലും ഇതുവരെ ഞങ്ങൾ പോകാത്ത ഞാൻ പോവാത്ത ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. അതിന് എടേക്ക എന്ന് പറയും. കേട്ടോ, ഒരു വലിയ ഈ എഴുതിയേക്കണ കണ്ടോ? ഈ ആണ് ആ എടേക്ക. കണ്ടോ, എടേക്ക. നിങ്ങൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ എടയ്ക്ക എന്നൊക്കെ പറയാം. ഇവിടുത്തെ കുറെ വാക്കുകൾ അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് എടേക്കയുടെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോണത്. കണ്ടോ, വിയർ ലവ് ലേബൻസ്മിറ്റൽ. ഞങ്ങൾക്ക് ലേബൻസ്മിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തോ പറയണേ, മലയാളം ഇപ്പൊ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഫ്രിഡ്ജിലിരിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ട്, വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഫ്രോസൺ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അത് വാങ്ങിക്കാം. സലാഡ് ബൗൾസാണ്, സലാഡ്സൊക്കെ കിട്ടും. ഫ്രൂട്ട്സ്. ഞങ്ങളപ്പോൾ കാടമുട്ട എടുത്തു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ
ജർമ്മൻ ചോക്ലേറ്റ്സ് കാണണമെങ്കിൽ നോക്കിയോ. സ്റ്റൈൽ ചോക്ലേറ്റ് ടോക്കിയോ. ഇത് നമ്മൾ ഇന്നാൾ കണ്ടത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല അതിന്. ഇത് ലിൻഡ് ജർമ്മൻ ചോക്ലേറ്റ് അല്ല, സ്വിസ് ചോക്ലേറ്റ് ആണ്. പക്ഷെ ഇവിടെ ജർമ്മനിയിലുണ്ട്. എനിക്കുണ്ടായിരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആയിരുന്നു ലിൻഡ്. വലിയ ടേസ്റ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. യോഗട്ടുകൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. യോഗട്ട്, സ്കയർ, ക്വാർക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് യോഗട്ടായിരുന്നു ഇത്. മൂവൻപിക്ക്. ഇതും സ്വിസ്സിൻ്റെയാണ്. മൂവൻപിക്ക്. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കയർ എടുക്കാം. ഞാൻ ഓട്സിൻ്റെ കൂടെ കഴിക്കുന്ന ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഇത്, നട്ട്സിൻ്റെ സ്ഥലം. പക്ഷേ നട്ട്സ് വെയിറ്റ് ലോസിന് അത്ര നല്ലതല്ല. പക്ഷെ എന്നാലും കാഷ്യൂനട്ട് ഉപേക്ഷിച്ചു. ഇനി കുറച്ച് പിസ്ത കഴിക്കും ഇടയ്ക്ക്. ഇതൊക്കെയാണ്. മീറ്റ് പ്രോഡക്ട്സ് കാണണമെങ്കിൽ നോക്കിയോ. പുട്ടൻ എന്ന് പറയണത് നമ്മുടെ നാട്ടിൽ എന്തുവാ, ടർക്കി കോഴിയോ എന്താ, അവിടെ പടമുണ്ട്. ടർക്കി കോഴിയാണ്, അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ ചിക്കനാണ് കൂടുതലുള്ള. അങ്ങനെ നമ്മളൊരു മുസ്ലി പാക്കറ്റ് എടുത്തു. കണ്ടോ, മുസ്ലി പാക്കറ്റ് ഞങ്ങൾ വാങ്ങിച്ചത്. ഹെൽത്തി ആയിട്ടുള്ള 3 സാധനങ്ങൾ. ഈസ്റ്റർ കഴിഞ്ഞ അവസരത്തിൽ 50% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പ്രൈസൊക്കെ. ലിൻഡിൻ്റെ മുയൽക്കുട്ടന്മാരുണ്ട് ഇവിടെ. നല്ല കുഞ്ഞിരിക്കണ നോക്കി. ഈസ്റ്റർ കഴിഞ്ഞുകൊണ്ട് ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. നമ്മളൊരു ഷവർ ജെല്ലും കൂടി എടുത്തേക്കാം. എൻ്റെ ഹാൻഡ് ക്രീമിൻ്റെ സെയിം ആണ് ഈ ഷവർ ജെൽ. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ ഇപ്പുറത്തിരിക്കണത് ഭയങ്കര കാർ ഫാനായിട്ടുള്ള ഒരാളാണ്. കാർ ഫാൻ ഫ്രണ്ടിൽ കൂടി പോകുന്ന ഏതെങ്കിലും പുള്ളി ഫാനായിട്ടുള്ള കാറുകൾ കാണുവാണെങ്കിൽ അത് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. കാറുകളെ പറ്റി എന്താ വല്ലതും പറയാനുണ്ടോ? നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗിലുള്ള എംബ്ലം കണ്ട ആൾക്കാർക്ക് അറിയാമോ? നാട്ടിലില്ലാത്ത ബ്രാൻഡായോണ്ട് അതൊക്കെ അറിയാം ആൾക്കാർക്ക്. പുറത്തുള്ള യൂറോപ്പിൽ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അല്ലാത്തവർക്ക് പരിചയം ഉണ്ടാവില്ല. സിയറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ്.